ഒരുപക്ഷെ എനിക്ക് മാത്രമേ ഈ പ്രശ്നം കാണത്തുള്ളായിരിക്കും. ഡെലിവറിക്ക് ശേഷം യാതൊരുവിധ ബോധവും പൊക്കണവുമില്ല. എന്തൊക്കെയാ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ബ്രെയിൻ ഒന്നും തീരെ വർക്ക് ചെയ്യുന്നില്ല. മൊത്തം ശൂന്യം, കംപ്ലീറ്റ് ശൂന്യം. എനിക്ക് തോന്നുന്നു കുഞ്ഞ് ജനിച്ചതോട് കൂടിയേ നമ്മൾ പിന്നെയും വീണ്ടും ജനിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെയുള്ള മെമ്മറീസ് അവിടെ വെച്ച് കട്ടായിട്ട് വീണ്ടും നമ്മൾ കുഞ്ഞിന്റെ കൂടെ വീണ്ടും ജനിച്ചു. നമ്മുടെ ഒരു മെന്റാലിറ്റി എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു സമയത്ത് കുഞ്ഞൊക്കെ ജനിച്ച സമയത്ത് എനിക്ക് ആകെപ്പാടുണ്ടായിരുന്നത് 2 മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞിന് വിശക്കും, പാല് കൊടുക്കണം, ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണേലും ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് 20-25 ദിവസത്തിന്റെ ഉള്ളിൽ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങത്തില്ലേ, അങ്ങനെയുള്ളവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പോഴും ശൂന്യമാണ്. എവിടെ പോയി എന്തോ ചെയ്യണം, എന്താവും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തവും കുന്തവും ഇല്ലെന്നുള്ളതാ വാസ്തവം. പിന്നെ എല്ലാവരും ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എവിടോട്ടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ വെച്ചതെന്ന് പോലുള്ള ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഇത്രയും നാളും ഇങ്ങനൊരു പ്രശ്നം ഇല്ലായിരുന്നു. ഇതിപ്പോൾ നമ്മളെക്കാളും കുറച്ചും കൂടെ മുന്നത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് ഇത് എത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവരെ ഒരു കുറ്റമായിട്ട് പറയുന്നുമല്ല. ചിലപ്പോൾ അവരുടെ സമയത്ത് അതൊന്നും ഇല്ലായിരുന്നതാണോ, ഇനി എനിക്ക് ഇങ്ങനെ പറ്റിയതാണോ, ഒന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ചിലരോട് ചോദിക്കുമ്പോൾ ചിലർക്കൊന്നും വലിയ പ്രശ്നമില്ല. നോർമൽ ലൈഫ് പോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കൂടെ ഒരാൾ കുഞ്ഞ് വന്നിട്ടുണ്ടെന്നല്ല അല്ലാതെ അവർക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ചിലരോട് ചോദിക്കുമ്പം എൻ്റെ അതേ അവസ്ഥയൊക്കെ തന്നെ. അലമാര പോയി തുറക്കുക, ഫ്രിഡ്ജ് തുറക്കണ്ടതിന് അലമാര പോയി തുറക്കുക, നമ്മൾ വെക്കേണ്ട സാധനങ്ങളൊക്കെ മാറ്റിയും തിരിച്ചും വെക്കുക, എന്നിട്ട് അത് അന്വേഷിച്ച് വീട് മുഴുവൻ പരതി നടക്കുക. ഈ വീഡിയോ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 50ാമത്തെ ടേക്കാണ് ഞാൻ എടുക്കുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്ന്, നടക്കുന്നത് വേറൊന്ന്. അങ്ങനെ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല കേട്ടോ. ന്യൂസൊക്കെ കാണുവാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയ്യോ ഗ്യാസ് ഓഫ് ആക്കണം, അടുക്കളയിൽ എന്തോ ഇരിപ്പുണ്ട്, ആ ഒരു വെപ്രാളമാണ് നമുക്ക്. ചിലപ്പോഴുണ്ടല്ലോ എനിക്ക് പറ്റിയിട്ടുള്ളതാ, കുഞ്ഞിനെ ആരുടെയും കയ്യിൽ കൊടുക്കും, അയ്യോ എൻ്റെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഈ വീട് മുഴുവൻ കിടന്ന് തപ്പും. ഈ പോയ ബുദ്ധിയും വിവരവും ഒക്കെ തിരിച്ച് കിട്ടാൻ വല്ല പൈസ കൊടുത്ത് വല്ലതും കിട്ടുമായിരുന്നെന്നുണ്ടെങ്കിൽ വല്ല ലോണും എടുത്തിട്ടാണേലും കുറച്ച് മേടിച്ച് വെക്കാമായിരുന്നെന്ന് വിചാരിക്കും. ഇതിനിപ്പോൾ എന്തോ ചെയ്യാൻ, ഇതിനൊരു സൊല്യൂഷൻ എന്താവുമെന്ന് എനിക്കറിയത്തില്ല.